ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കല. ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് ഹോണറിൻ്റെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഹോണർ പവർ 3 എന്ന് പറയുന്ന ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ബാറ്ററി ആണെങ്കിൽ ഒരു രക്ഷയല്ല, 12,000 mAh വെച്ചിട്ടാണ് ഈ ഒരു ബാറ്ററി ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, LTPS ഡിസ്പ്ലേ, പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഹോണർ പവർ 3ക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. അതും 12,000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. ക്യാമറ മെഗാ പിക്സലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇതൊരു 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ട് ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ ഒരു 144 ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. UFS ആണെങ്കിൽ 3.1 ആണ്. റാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊന്നും അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇതൊരു LPDDRൻ്റെ 5x റാമും UFS 4.1 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണേ, ക്യാമറ മെഗാ പിക്സലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതൊരു LTPS ഡിസ്പ്ലേ 6.8 ഇഞ്ചിൻ്റെ 3 nm ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ അത് പോരാണ്ട് തന്നെ ഗ്ലാസ് മെറ്റീരിയൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് 2.5D ഗ്ലാസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റെൻഡറും കാര്യങ്ങളും ഞാൻ ഇതിലിടുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഈ ഒരു ഫോണ് നിങ്ങൾക്ക് പറ്റിയതാണോ എന്നുള്ള തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ തന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു ഫോണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പുതിയൊരു അപ്ഡേറ്റ് പറയാണ്ട് ഐക്യൂൻ്റെ പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങ് ചൈനയിലാണ് ലോഞ്ചിങ്. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഐക്യൂൻ്റെ 15T എന്ന് പറയുന്ന ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അതും LTPO 144 Hz റിഫ്രഷ് റേറ്റ്, അതും അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ബോയി കമ്പനിയുടെ 8T പാനലാണ് അവർ ഇതിൽ യൂസ് ചെയ്യാനും പോകുന്നത്. 16GB റാം, LPDDR 5x ആണ് റാം വരുന്നത്. UFS 4.1, 200 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. അതുപോരാണ്ട് സെൽഫി ഷൂട്ടർ ആണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടറാണ് ഈ ഐക്യു 15Tന് ഇറങ്ങാൻ പോകുന്നത്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണും കൂടിയാണ്. അതും 144 Hz റിഫ്രഷ് റേറ്റിലായിരിക്കും ഈ ഒരു ഗെയിം വർക്ക്. പോരാണ്ട് വിവോൻ്റെ സൈഡിൽ നിന്നൊരു പവർ ഹോസ് ഗെയിമിംഗ് പ്രോസസ്സറും കൂടെ ഇതിൽ വരാൻ പോകുന്നുണ്ട്. അതൊരു ബാക്കപ്പ് സോഴ്സും കൂടെയാണ്. അതായത് നിങ്ങൾ ഒരു വലിയ ഹൈ എൻഡ് ഗെയിംസ് കളിക്കണ ടൈമിൽ ഈ Q3 ചിപ്സെറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഹൈ എൻഡ് ഗെയിംസ് ഒരു ലാഗ് കൂടാണ്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഐക്യൂൻ്റെ Q3 ചിപ്സെറ്റ്, അതായത് വിവോൻ്റെ Q3 3rd ജനറേഷൻ ചിപ്സെറ്റ് ഈ ഹൈ എൻഡ് ഗെയിംസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐക്യൂൻ്റെ 15Tനും ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് വരുമ്പോൾ ഇത് 8000 mAh ബാറ്ററിയും 100 വാട്ട്സിൻ്റെ ചാർജറും വരുന്നുണ്ട് എന്നാണ് പറയണത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ ഉള്ളിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ കവറ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത് ഐക്യൂനോട് ചോദിക്കാനുള്ളത്, ഇതിൽ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇൻ കേസ് അത് ഞാൻ ചോദിച്ചു എന്ന് വെച്ചോ, ഇതിൽ ബൈപ്പാസ് ചാർജിങ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോണെന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിപ്രായത്തിൽ എനിക്ക് രേഖപ്പെടുത്തേണ്ടി വരും. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രാബ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ബാക്കിയുള്ള കുറച്ചുകൂടെ അപ്ഡേറ്റ് വരാനുണ്ട്. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റും ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മുടെ ലിനോവോൻ്റെ ലെജൻ Y70 സീരീസിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു. മുന്നത്തെ ഒരു വീഡിയോകളിൽ പറഞ്ഞിരുന്നു. അവർ യൂസ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ്
എന്നാൽ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം സോറി ടു സേ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 90 വാട്ട്സ് ചാർജർ, പിന്നെ ബൈപ്പാസ് ചാർജിങ്ങും കാര്യങ്ങളും ഉണ്ട്. ബാക്കി നിങ്ങൾക്ക് അത് ആ വീഡിയോകളിൽ പോയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ്. ഇത് ആപ്പിളിൻ്റെ ഒരു സോഴ്സാണ്. ഇത് കുവോ എന്ന് പറയുന്ന ഒഫീഷ്യൽ ജേർണലിസ്റ്റ് നമുക്ക് തന്ന ഒരു അപ്ഡേറ്റ് ആണ്. ആപ്പിളും ഇന്റലും ചിപ്സെറ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയണത്. കാരണം അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അതായത് ഈ ചിപ്സെറ്റിൻ്റെ ഷോർട്ടേജ് ഇപ്പോൾ നല്ലോണം നടക്കുന്നുണ്ട്. അതേപോലെ വിലകളും കൂടിയിട്ടുണ്ട് ചിപ്സെറ്റിന്. അപ്പം അതുകൊണ്ട് ആപ്പിള് അവരുടെ ബയോണിക് ചിപ്സെറ്റ്, ആപ്പിളുടെ ബയോണിക് ചിപ്സെറ്റിൽ നിന്ന് മാറിയിട്ട് അവർ ഇന്റലിൻ്റെ ചിപ്സെറ്റിലേക്ക് അവർ മാറും എന്നാണ് പറയണത്. പക്ഷെ ഇതൊരു റൂമർ ആവാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിപ്രായപ്പെടുത്താൻ ഉള്ളത്, അതും ഷെയർ ചെയ്യാനുള്ളത്. ഗൈസ് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഇന്റലിൻ്റെ ചിപ്സെറ്റ് ഈ ആപ്പിൾ ഫോൺസുകളിലേക്ക് വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിപ്സെറ്റ് ആയിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിംഗിൾ കോറിൽ ഇന്ന് നിലവിൽ ഇന്റലാണ് വേൾഡിലെ നമ്പർ 1 ചിപ്സെറ്റ്. അപ്പോൾ ഹെവി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോ റെക്കോർഡിങ് അല്ലെങ്കിൽ വ്ളോഗിങ് അല്ലെങ്കിൽ എഡിറ്റിങ് സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇന്റൽ ചിപ്സെറ്റുകൾ ഇതിലേക്ക് ഫോണുകളിലേക്ക് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിൽ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തത്. ഇന്റലിൻ്റെ ചിപ്സെറ്റ് ആപ്പിൾ ഫോണുകളിലേക്ക് വന്നു കഴിഞ്ഞാലില്ല, ഇറ്റ്സ് ആൻഡ് ബ്ലോക്ക് ബസ്റ്റർ ചിപ്സെറ്റ് ആയിട്ട് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ വരട്ടെ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതിലാവട്ടെ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോർ ദാറ്റ് ഇൻഫോ എന്ന് വരും എന്നുള്ളത്. പുതിയ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഇത് നമ്മുടെ ജിമെയിൽ ഉണ്ടല്ലോ, ജിമെയിലിൽ വരാൻ പോകുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. പുതിയ ജിമെയിലിൻ്റെ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് 2 സ്റ്റോറേജുകളിൽ ജിമെയിൽ അക്കൗണ്ട് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും. കാര്യം മനസ്സിലായല്ലോ. ഒന്ന് 15 GB വരാൻ പോകുന്നുണ്ട്, രണ്ടാമത്തേത് 5 GB വരാൻ പോകുന്നുണ്ട്. ചില ആൾക്കാർക്ക് 5 GB മാത്രമേ കിട്ടണുള്ളൂ എന്നുള്ളൊരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിലൊന്നും ആർക്കും കിട്ടിയിട്ടില്ല, പക്ഷെ ആസ് പെർ ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്യുന്ന ഈ ഒരു 5 GB ഫയല് 5 GB ആണ് കിട്ടുക. അതിൽ അവർ അവരുടെ ഇമെയിലുകളിൽ അവരുടെ കോണ്ടാക്ട്സ് അവർ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് അത് 5 GB കിട്ടുന്നത്. മനസ്സിലായല്ലോ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ പ്രതീക്ഷ. രണ്ടാമത് അന്വേഷിച്ചപ്പോൾ ചില ആൾക്കാർക്ക് 15 GB കിട്ടുന്നുണ്ട്. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവരുടെ എക്സിസ്റ്റിംഗ് ഇമെയിലുകളിൽ മുന്നേ തന്നെ അവർ ഒരു റിക്കവറി ആയിട്ട് അവരുടെ കോണ്ടാക്ട്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് 15 GB കിട്ടും. ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരാൻ പോകുന്നുണ്ട്. നമ്മളൊരു പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളടുത്ത് ചോദിക്കും, നിനക്ക് 15 GB വേണോ അതോ 5 GB വേണോ എന്നുള്ളത്. 15 GB ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് നമ്പർ നമ്മളതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ 15 GB സ്റ്റോറേജ് നമുക്ക് കിട്ടും. ഇനി 5 GB വരുമ്പോൾ നിങ്ങൾ എക്സിസ്റ്റിംഗ് നമ്പർ അവിടെ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 GB മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ നിലവിൽ നിങ്ങൾക്കറിയാലോ 5 GB മൂക്കിൽ പോലും പൊടി കയറ്റാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈവൻ 15 GB പോലും നമുക്ക് മൂക്കിലേക്ക് ഇന്ന് കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ പുതിയ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, ജിമെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റോറേജുകളിൽ 2 സ്റ്റോറേജുകൾ ചോദിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 15 GB വേണോ അല്ലെങ്കിൽ 5 GB വേണോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ, വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് നിലവിലുള്ളത് 15 GB ആണ് ഉള്ളത്. കാരണം ഞാൻ എക്സിസ്റ്റിംഗ് നമ്പർ അതിൽ സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 15 GB കിട്ടും. നമ്പർ സേവ് ചെയ്യാത്ത ആൾക്കാർക്ക്
5 GB കിട്ടുള്ളൂ. കാരണങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ പറഞ്ഞത്. എന്തായാലും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് 5 GB വേണോ അതോ 15 GB വേണോ എന്നുള്ളത്. അതിന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് ഉണ്ട്, കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് അമേരിക്കക്കാർക്കുള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ്. അതായത് നമ്മുടെ ഓപ്പൺ AI വെച്ചിട്ട് നമുക്ക് ഇനി ഫൈനാൻസ് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. പക്ഷെ അതിനൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ChatGPT Pro എന്ന് പറയണ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്കിങ് ഫൈനാൻസും കാര്യങ്ങളും നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും. ഡാഷ്ബോർഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പൈസ ട്രാൻസ്ഫർ ചെയ്യണോ അത് ചെയ്യാം, പിന്നെ മറ്റേ IBN നമ്പർ അടിക്കണോ അതൊക്കെ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മൾ എത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര പൈസ നമുക്ക് സേവ് ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും AI മുഖേന നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT Proൻ്റെ സബ്സ്ക്രിപ്ഷൻ നിർബന്ധമായിട്ടും വേണം. US-ലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. US-ലുള്ള യൂസേഴ്സിനാണ് പറയുന്നത്. അതിന് വേണ്ടത് ChatGPT Proൻ്റെ സബ്സ്ക്രിപ്ഷൻ നിർബന്ധമായിട്ടും വേണം. നമ്മുടെ എല്ലാ ഡാറ്റയും കാര്യങ്ങളും AI മുഖേന നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് ChatGPT Pro നിർബന്ധമായിട്ടും സബ്സ്ക്രിപ്ഷൻ എടുത്തേ പറ്റൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നടിയിൽ കമൻറ്റ് ചെയ്യുക. അതൊരു റിസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു റിസ്ക് ആണ്. ഞാൻ ആ ഒരു റിസ്ക് ഞാൻ ഏറ്റെടുക്കില്ല. നിങ്ങളെ എടുക്കുമോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും എടുക്കില്ല. ഞാൻ അമ്മാതിരി ഞാൻ ചെയ്യാൻ പ്ലാന് എൻ്റെ ഫ്യൂച്ചർ കൺസേൺസിലില്ല. മാനുവലായിട്ട് ആപ്ലിക്കേഷനിൽ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇതാണ് അപ്ഡേറ്റ്, പുതിയ അപ്ഡേറ്റ് ഫ്രം ChatGPT and AI. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റ പുതിയൊരു ചാലഞ്ചുമായിട്ട് വന്നിട്ടുണ്ട്. ഇൻസ്റ്റ പുതിയൊരു വ്ളോഗിങ് മൈക്ക് വന്നിട്ടുണ്ട്. ഇൻസ്റ്റ 360 മൈക്ക് എന്നുള്ളൊരു പേരിലാണ് ആള് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്നലെയാണ് അതിൻ്റെ ലോഞ്ചിങ് നടന്നിട്ടുള്ളത്. ഒരു കിടുക്കാച്ചി മൈക്കും കൂടെയാണെന്നുള്ളത് എനിക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തേ പറ്റൂ. ഇറ്റ്സ് എ കോമ്പറ്റീഷൻ ഫോർ ഹോളിലാൻഡ് ആൻഡ് DJI. ഈ മൈക്കിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് ഇത് DJIക്ക് ഒരു വെല്ലുവിളിയായിട്ടുള്ള ഒരു മൈക്കായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഈ മൈക്കിനെക്കാട്ടിയും കുറച്ചും കൂടെ വലിപ്പം കൂടിയ മൈക്കാണ്. ഇതാ കാണിച്ചു തരാം. അതാ ഈ മൈക്ക് ഉണ്ടല്ലേ, കണ്ടില്ലേ ഈ മൈക്ക്, ഇതിനെക്കാട്ടിയും ഇത്ര വലിപ്പമുണ്ട് ഈ മൈക്കിന്. പിന്നെ ഈ ഒരു മൈക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിനൊരു 3 മൈക്കുകളാണ് വരാൻ. 3 മൈക്ക് ഇതിൻ്റെ ഉള്ളിൽ ബിൽറ്റിൻ വരുന്നുണ്ട് എന്നാണ് പറയണത്. പിന്നെ അതും പോരാണ്ട് AI നോയിസ് ക്യാൻസലേഷൻസ്, പിന്നെ എൻവയോൺമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ക്യാൻസലേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് എന്നാണ് പറയണത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ നമുക്ക് സൗണ്ട്സൊക്കെ നമുക്ക് പ്രീസെറ്റ്സ് ചെയ്യാം. 3 ലെവൽ സൗണ്ട്സും കാര്യങ്ങളും നമുക്ക് പ്രീസെറ്റ്സൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. കാരണം അത് ആപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രീസെറ്റ്സും കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഈ ഒരു മൈക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ റിസീവറിൽ നിങ്ങൾക്ക് 4 മൈക്കുകൾ ഒരേ സമയത്ത് കണക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. DJIയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസീവറിൽ 2 മൈക്കുകളാണ് കണക്ട് ചെയ്യുക. ഹോളിലാൻഡിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു റിസീവറിൽ 4 മൈക്ക് ചെയ്യുക. അപ്പോൾ ഒരേ സമയത്ത് 4 ആൾക്കാരുടെ വോയിസും നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻബിൽട്ട് വോയിസ് റെക്കോർഡിംഗ് വരെ ഈ മൈക്കിൻ്റെ ഉള്ളിലുണ്ട്. അതിപ്പോൾ DJI Mic 3ൻ്റെ ഉള്ളിലുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ 32-bit ഫ്ലോട്ടിംഗ് സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ട്. അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ
റെക്കോർഡും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് യൂസേജ് ഇവർ പറയുന്നത് ഒരു 30 മണിക്കൂർ എന്നാണ് ഇവർ പറയണത്. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. പിന്നെ 40 മീറ്റർ റേഞ്ചൊക്കെ ഈ മൈക്കിൽ ഇവർ കവർ ചെയ്യും എന്നാണ് പറയണത്. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അടിപൊളി സാധനമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ വിട്ടുപോയി. ഈ ഒരു മൈക്കിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിനൊരു ഓലഡ് ഡിസ്പ്ലേ, ലിങ്ക് ഡിസ്പ്ലേ വരാൻ പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ മൈക്കിൽ കണ്ടില്ല, ഇപ്പം നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാനിപ്പോൾ ഒരു സ്റ്റിക്കറാണ് ഒട്ടിച്ചത്, ഒരു ഇമോജി സ്റ്റിക്കർ. DJI മൈക്ക് മിനി 2 നമുക്കത് എടുത്ത് മാറ്റാം. നമുക്ക് ബ്ലാക്ക് എന്നുള്ളത് പിങ്ക് ആക്കുക, അല്ലെങ്കിൽ ബ്ലൂ ആക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഈ ഒരു സാധനത്തിന് ഇൻസ്റ്റാഡ 360 മൈക്കിന് ഇതിനൊരു ഓലഡ് ലിങ്ക് ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് തന്നെ ഈ മൈക്കിൽ തന്നെ നമുക്ക് നമ്മുടെ പിക്ചറോ അല്ലെങ്കിൽ ഇമോജീസോ എന്താണോ വേണ്ടത് അതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് മാറ്റാൻ പറ്റും. ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇത് ഈ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ല, DJIനൊരു വെല്ലുവിളിയായിട്ട് മാറും. DJIക്ക് മാത്രമല്ല, ഹോളിലാൻഡിനും ഒരു വെല്ലുവിളിയായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അസാധ്യ മൈക്ക് കയ്യിൽ കിട്ടാൻ പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു മൈക്ക് മേടിച്ചിട്ട് ഞാൻ കാണിക്കും. പഠിക്കാൻ ആഗ്രഹമുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനമാവട്ടെ. അതിനുശേഷം ഈ മൈക്ക് ഇവിടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പേടിക്കും ഈ ഒരു മൈക്ക്. എനിക്ക് വളരെ 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 അസാധ്യമായിട്ടുള്ള ഒരു മൈക്കായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. കിട്ടണം കയ്യിൽ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? വീണ്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ മൈക്ക് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ട്. പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്, നിങ്ങൾക്ക് കോണ്ടന്റ് കാര്യങ്ങൾ ചെയ്യണം, യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലായാലും. ഇനി നിങ്ങൾക്ക് ലൈവ് പോഡ്കാസ്റ്റ് വരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൈക്ക് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ ഈ ഒരു മൈക്കൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് അതിൻ്റെ ലോഞ്ചിങ്. ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.